സുമേഷ് ജോസഫ്, ഇതിപ്പോൾ ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഫെഫ്ക പറഞ്ഞിരിക്കുന്ന പോലെ മലയാള സിനിമയോടും സിനിമയിൽ പ്രവർത്തിക്കുന്നവരോടും സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോടുമുള്ള അവഹേളനമാണ്. അതിനാൽ ഫിയോക് നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് ഫെഫ്ക ആവശ്യപ്പെടുന്നത്. മറ്റ് സംഘടനകൾക്കും പല നിലപാടുകളാണുള്ളത്. ഏതായാലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? തുടക്കത്തില് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ സമരത്തിലല്ല. അത് ഒരു തെറ്റായൊരു ധാരണയാണ്. ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് പടങ്ങൾ നൽകുന്നില്ല. തിയേറ്ററിൽ സിനിമ കളിക്കാൻ സജ്ജമായിരിക്കുന്ന എല്ലാ സൗകര്യമുള്ള ഒരു തിയേറ്ററിൽ പടങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. മലയാള പടങ്ങൾ ഇപ്പൊ കളിക്കുന്നില്ല, തുടർന്ന് കളിക്കും. ആ തിയേറ്ററിൽ നാളെ മുതൽ കൊടുക്കുന്ന അവിടെ പടം കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കളിക്കും. അവിടെ കൊടുക്കാതെ ഞങ്ങൾക്ക് മാത്രം തരുന്നതിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. കാരണം ആ തിയേറ്ററുകാരൻ, അതുപോലെ 2-3 തിയേറ്ററുകാരുണ്ട്, അവരത് നവീകരിച്ച് പുതിയതാക്കി അവിടെ പടങ്ങൾ കളിക്കാൻ സജ്ജമായിട്ട് പടം ചാർട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം തരില്ല എന്ന് പറയുന്നത്. കാരണം അവിടെ കണ്ടന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റ് അവിടെ പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു തിയേറ്ററുകാരൻ, ഒരു സംരംഭകൻ, അവന് ഇഷ്ടമുള്ള പ്രൊജക്ടർ മേടിച്ചു വെക്കാം, എവിടുന്നും കണ്ടന്റ് സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അല്ലാണ്ട് ഒരു സമരമാർഗമില്ല. മലയാള പടം വന്നാൽ എല്ലാ തിയേറ്ററിലും കളിക്കും, ഇവർക്കും കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഞങ്ങൾ കാലാകാലങ്ങളായി വെച്ചിരുന്ന വേറെ പല നിബന്ധനകളുണ്ട്. OTT-യിൽ പടങ്ങൾ 42 ദിവസത്തിലേ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നു. അതിന് പ്രൊഡ്യൂസേഴ്സ് അംഗീകരിക്കുന്നു. അതിന്റെ അഫിഡവിറ്റ് കേരള ഫിലിം ചേംബറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് 30-ാം ദിവസവും 28-ാം ദിവസവും OTT പടം കൊടുക്കുന്നു. ഈ 30-ലും 28-ലും OTT പടം കൊടുക്കുമ്പോൾ 20-ാം ദിവസം OTT-ക്കാർ പത്രത്തിൽ പരസ്യം ചെയ്തു 28-ാം ദിവസം മുതൽ ഈ പടം OTT-യിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 20-ാം ദിവസം മുതൽ ഞങ്ങൾക്ക് കളക്ഷൻ ഡ്രോപ്പ് ആകും. അപ്പൊ ഒരു പടം ഹിറ്റ് പടം വന്നാൽ ഞങ്ങൾക്ക് 20 ദിവസത്തെ കളക്ഷനെ കിട്ടുന്നുള്ളൂ. അങ്ങനെ വേറെ പല കണ്ടീഷൻസും കാരണങ്ങളും ഉണ്ട്. പക്ഷെ 23 പറഞ്ഞ ഡേറ്റിൽ വെച്ചിരുന്ന പടങ്ങൾ ഈ തിയേറ്ററുകളിൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാരണത്താൽ ഞങ്ങൾ പ്രതിഷേധമാണ്, സമരമല്ല. മലയാള പടം നിർത്തുന്നില്ല. 22 നാളെ ഇറങ്ങുന്ന പടവും ഞങ്ങൾ കളിക്കുന്നുണ്ട്. തുടർന്ന് ആ പടങ്ങൾ തുടർന്ന് പോകും. ഈ തിയേറ്ററിൽ കൊടുക്കുന്ന പടങ്ങൾ അവിടെ പടങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനുമായിട്ട് സഹകരിക്കും. ഒരാളെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവർക്ക് പടങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്, സമരമല്ല. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്.